നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നറുക്കെടുപ്പ് ഭാഗ്യം യുഡിഎഫിനെ തുണച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിൽ യുഡിഎഫിന് ഭരണ തുടർച്ച. പഞ്ചായത്ത് പ്രസിഡന്റായി യുഡിഎഫിലെ വിജേഷ് കുട്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പൊടിശല്യം രൂക്ഷം. തൃശൂർ കുന്നംകുളം റോഡിലെ യാത്ര ദുഷ്കരം. വ്യാപാരികളും ദുരിതത്തിൽ. ഗർത്തങ്ങളിൽ നിക്ഷേപിച്ച കോറി വേസ്റ്റാണ് പൊടിശല്യം രൂക്ഷമാകുവാൻ കാരണമാകുന്നത്. പട്ടാമ്പി പാലത്തിലൂടെയുള്ള വാഹനയാത്ര ഒറ്റവരിയിലൂടെയായതോടെ ടൗൺ ഗതാഗതക്കുരുക്കിൽ അമർന്നു. രാവിലെയും വൈകുന്നേരവും വലിയ തിരക്ക്. ഗതാഗതക്കുരുക്കിന് പരിഹാരം തേടി പോലീസും രംഗത്ത്. ചാവക്കാട് ഒരുമനയൂരിൽ കുറുനരിയുടെ വിളയാട്ടം. 3 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ആടുകളെയും കടിച്ചു പരിക്കേൽപ്പിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് 9-ാം വാർഡ് മുനയ്ക്കക്കടവ് പ്രദേശത്ത് വേലിയേറ്റത്തിൽ വെള്ളം കയറുന്ന പ്രദേശത്തെ വീടുകൾ എംഎൽഎ NK അക്ബർ സന്ദർശിച്ചു. കാളമനക്കായലിന്റെ അരികു കെട്ടി സംരക്ഷിക്കാൻ എംഎൽഎ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചതായി NK അക്ബർ. വാർത്തകൾ വിശദമായി. നറുക്കെടുപ്പ് ഭാഗ്യം യുഡിഎഫിനെ തുണച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിൽ യുഡിഎഫിന് ഭരണ തുടർച്ച. പഞ്ചായത്ത് പ്രസിഡന്റായി യുഡിഎഫിലെ വിജേഷ് കുട്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയും 7-ാം വാർഡ് മെമ്പറുമായ PV രജീഷും UDF സ്ഥാനാർത്ഥിയും 2-ാം വാർഡ് മെമ്പറുമായ വിജേഷ് കുട്ടനും 7 വീതം വോട്ടുകളാണ് ലഭിച്ചത്. ഇരുവരും തുല്യനിലയായതോടെ ടോസിലൂടെ UDF സ്ഥാനാർത്ഥി വിജേഷ് കുട്ടൻ വിജയം നേടുകയായിരുന്നു. ഇതോടെ UDF കേന്ദ്രങ്ങൾ ഭരണ തുടർച്ച ലഭിച്ചതിന്റെ ആശ്വാസത്തിലായി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന UDFിലെ AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചതോടെയാണ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള വഴിതെളിഞ്ഞത്. ഭരണം കൈവിട്ടുപോകുമെന്ന ആശങ്കയിലായിരുന്നു UDF നേതൃത്വം. ആകെയുള്ള 15 വാർഡുകളിൽ UDFിന് 8ഉം LDFിന് 7ഉം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 9-ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന AV സന്ധ്യ നേതൃത്വവുമായി ഇടഞ്ഞ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒരുമിച്ച് രാജിവെച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. ഭരണപ്രതിസന്ധി സൃഷ്ടിച്ച AV സന്ധ്യയെ പിന്നീട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ബുധനാഴ്ച കാലത്ത് 11 മണിക്ക് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച വരണാധികാരി സുഹാനയുടെ നേതൃത്വത്തിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. 9-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDFിന്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. എല്ലാ ജനങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും തേടി നമുക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. ചൂണ്ടലിൽ കാർ സ്കൂട്ടറിലിടിച്ച് യാത്രികന് ഗുരുതര പരിക്ക്. തൃശൂർ പൂങ്കുന്നം വാണിയം ലൈനിൽ ഷേണായിസ് വീട്ടിൽ ദേവാനന്ദന്റെ മകൻ ധീരജിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ കണ്ടച്ചിറയ്ക്കും ബ്രദേഴ്സിനും ഇടയിലായിരുന്നു അപകടം നടന്നത്. ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിന്ന് വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടർ യാത്രികനായ ധീരജിന്റെ 2 കാലുകൾക്കുമാണ് പരിക്കുള്ളത്. കാർ ഓടിച്ചിരുന്ന മുല്ലശ്ശേരി കൊട്ടുങ്ങൽ വീട്ടിൽ ഉണ്ണിക്കും നിസ്സാര പരിക്കേറ്റു. ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെ ക്യാന്റീൻ നടത്തുന്നയാളാണ് ഉണ്ണി. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാറിന്റെ 2 എയർബാഗുകളും പുറത്തുവന്ന അവസ്ഥയിലാണ്. മുൻവശത്തെ ചില്ല് കാറിൽ ഉണ്ടായിരുന്നവരുടെ തലയിടിച്ച് തകർന്ന നിലയിലാണ്. കേച്ചേരി ആക്സ് പ്രവർത്തകരെത്തിയാണ് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെയും കാർ ഡ്രൈവറെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഒരുമനയൂർ പഞ്ചായത്ത് 9-ാം വാർഡ് മുനയ്ക്കക്കടവ് പ്രദേശത്ത് വേലിയേറ്റത്തിൽ വെള്ളം കയറുന്ന പ്രദേശത്തെ വീടുകൾ എംഎൽഎ NK അക്ബർ സന്ദർശിച്ചു. വേലിയേറ്റ സമയത്ത് സ്ഥിരമായി 10-ലധികം വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ്. ഈ ഭാഗത്ത് കാളമനക്കായലിന്റെ അരികു കെട്ടി സംരക്ഷിക്കാൻ എംഎൽഎ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചതായി NK അക്ബർ അറിയിച്ചു. എസ്റ്റിമേറ്റ് എടുത്ത് തുടർ നടപടികൾ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് നിർദ്ദേശിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിജിത സന്തോഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ, വാർഡ് മെമ്പർ ബിന്ദു ചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ ഷൈനി ഷാജി, CPM ലോക്കൽ സെക്രട്ടറി ജോഷി ഫ്രാൻസിസ്, ഏരിയ കമ്മിറ്റി അംഗം KA ഉണ്ണികൃഷ്ണൻ, ബ്രാഞ്ച് സെക്രട്ടറി മൊയ്നു, KT ഇബ്രാഹിംകുട്ടി, ഇറിഗേഷൻ ഓവർസിയർ ബിനീഷ എന്നിവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പൊടിശല്യം രൂക്ഷം. തൃശൂർ കുന്നംകുളം റോഡിലെ യാത്ര ദുഷ്കരം. വ്യാപാരികളും ദുരിതത്തിൽ. ഗർത്തങ്ങളിൽ നിക്ഷേപിച്ച കോറി വേസ്റ്റാണ് പൊടിശല്യം രൂക്ഷമാകാൻ കാരണം.
മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള മേഖലയിലെ കുഴികളിലാണ് കോറി വേസ്റ്റ് നിക്ഷേപിച്ച് കുഴികൾ അടച്ചത്. പേമാരിയെ തുടർന്ന് ഈ റോഡിൽ വെള്ളം കയറിയിരുന്നു. വെള്ളം ഇറങ്ങിയതോടെയാണ് KSTP നിർദ്ദേശത്തെ തുടർന്ന് കരാറുകാരൻ വീണ്ടും കുഴികൾ അടയ്ക്കാൻ തുടങ്ങിയത്. പലപ്പോഴും ചെയ്യുന്നതുപോലെ വെള്ളം കെട്ടിക്കിടന്നിരുന്ന കുഴികളിൽ കോറി വേസ്റ്റും പേരിന് കുറച്ച് മെറ്റലും നിക്ഷേപിച്ച് റോഡ് റോളർ ഉരുട്ടി വഴിപാട് കണക്കെയാണ് കുഴികൾ അടച്ചത്. മഴ മാറി വെയിൽ ഉദിച്ചതോടെ കുഴികളിൽ നിക്ഷേപിച്ച ക്വാറി വേസ്റ്റിലെ മണ്ണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്നതാണ് പൊടിശല്യത്തിന് കാരണമായിട്ടുള്ളത്. കോടമഞ്ഞിറങ്ങിയതുപോലെയാണ് മേഖലയിൽ പൊടി പറക്കുന്നത്. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പൊടിശല്യം മൂലം ബുദ്ധിമുട്ടുകയാണ്. പൊടി കാരണം സ്ഥാപനങ്ങൾ തുറക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ പൊടിശല്യം ട്രോളുകളായി ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. കുഴികളും പൊടിശല്യവും മൂലം യാത്രികർ വലയുമ്പോഴും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KSTP തയ്യാറാകുന്നില്ല. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ആദ്യം 29 ലക്ഷം രൂപയും പണം അപര്യാപ്തമാണെന്ന് കണ്ട് പിന്നീട് 30 ലക്ഷം രൂപയും അനുവദിച്ചെങ്കിലും KSTP അധികൃതരുടെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ ഉണ്ടാകാത്ത സ്ഥിതിയാണുള്ളത്. ഓണത്തിന് മുൻപെങ്കിലും റോഡിന്റെ ദുരിതാവസ്ഥ മാറുമോ എന്നതാണ് പ്രദേശവാസികളുടെയും യാത്രികരുടെയും ചോദ്യം. CCTV ന്യൂസ്, കേച്ചേരി. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ സൂചനാ സമരം നടത്തി. OP സമയം വൈകുന്നേരം 6 മണി വരെയായി തുടരുക, മരുന്ന് വിതരണവും ലാബ് പ്രവർത്തനവും കാര്യക്ഷമമാക്കുക, കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം മുൻ മണ്ഡലം പ്രസിഡന്റ് NR ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. KM ഷാഹിദ് അധ്യക്ഷത വഹിച്ചു. CM ഹക്കീം, AH അനസ്, MM ഷഫീഖ്, KC ഷക്കീർ ഹുസൈൻ, CS അലി, PM ഹക്കീം, KC മുജീബ് റഹ്മാൻ, CM റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. റാഫി മാലിക്കുളം സ്വാഗതവും CU മുസ്തഫ നന്ദിയും പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റിനെതിരെ എടുത്ത കേസ് കോടതി റദ്ദാക്കി. അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ 107 വകുപ്പ് പ്രകാരം പോലീസ് ചുമത്തിയ കേസ് തൃശൂർ RTO കോടതിയാണ് റദ്ദാക്കിയത്. സമൂഹത്തിന്റെ സമാധാന ജീവിതത്തിന് ഭീഷണിയായ സ്ഥിരം ക്രിമിനലുകൾക്കെതിരെ എടുക്കുന്ന CRPC 107 വകുപ്പ് BJP ജില്ലാ പ്രസിഡന്റിനെതിരെ ചുമത്തിയതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ പ്രതികാര രാഷ്ട്രീയമാണ് CPM-ഉം പോലീസും ചേർന്ന് നടപ്പാക്കിയതെന്ന് ആരോപിച്ച് BJP DIG ഓഫീസ് മാർച്ചും നടത്തിയിരുന്നു. ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കള്ളക്കേസെടുത്തതിനെതിരെ പരാതിയും നൽകിയിരുന്നു. ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതല്ലാതെ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ ഒരു ക്രിമിനൽ കേസുമില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. ഇതേ തുടർന്ന് കമ്മീഷണറും കളക്ടറും നടത്തിയ അന്വേഷണത്തിൽ കേസ് നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ CRPC 107 വകുപ്പ് പ്രകാരമുള്ള എല്ലാ ക്രിമിനൽ നടപടികളും റദ്ദാക്കിക്കൊണ്ട് തൃശൂർ RDO കോടതിയുടെ ഉത്തരവുണ്ടായത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് KR ഹരിയാണ് ജില്ലാ പ്രസിഡന്റിനു വേണ്ടി കോടതിയിൽ ഹാജരായത്. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് ഒരുമനയൂരിൽ കുറുനരിയുടെ വിളയാട്ടം. 3 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. മാങ്ങോട്ട് ഭാഗത്ത് പറമ്പിൽ മേഞ്ഞിരുന്ന 3 ആടുകളെയും ആക്രമിച്ചു. ഒരുമനയൂർ 5, 6 വാർഡുകളിൽ ഉൾപ്പെടുന്ന മാങ്ങോട്ടുപടി അമ്പലത്താഴം മേഖലയിലാണ് കുറുനരി ഭീതി വിതച്ചത്. പരിക്കേറ്റ ഒരുമനയൂർ 6-ാം വാർഡിൽ മുത്തന്മാവ് ലക്ഷം വീട് അയ്യപ്പൻ വീട്ടിൽ വേലായുധൻ മകൾ അനിത, മാങ്ങോട്ട് സ്കൂളിന് സമീപം പേലി വീട്ടിൽ താമി മകൾ പുഷ്പ, 5-ാം വാർഡ് അമ്പലത്താഴം കിഴക്കിനിയത്ത് തങ്ക എന്നിവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. പറമ്പിൽ പണിയെടുക്കുന്നതിനിടെയാണ് 3 പേർക്കും കുറുനരിയുടെ കടിയേറ്റത്. ഏകദേശം ഒരു 11:30 കൂടി ഒരു കുറുക്കൻ 5-ാം വാർഡിലും 6-ാം വാർഡിലും 3 പേരെ കുറുക്കൻ കടിച്ചു എന്നുള്ള വിവരമാണ് അറിഞ്ഞത്. അവരെ ചാവക്കാട് ആശുപത്രിയിലേക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് ഇഞ്ചക്ഷന് വേണ്ടി കൊണ്ടുപോയി. അതുപോലെ തന്നെ 2-3 ആടുകളെയും നായ്ക്കളെയും കടിച്ചു എന്നുള്ളൊരു വിവരമാണ് അറിഞ്ഞിട്ടുള്ളത്. ജനങ്ങളാകെ പരിഭ്രാന്തരായി നടന്നിരുന്നതാണ് ഇവിടെ. അപ്പോൾ ആളുകൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ കുറുക്കൻ ചത്ത് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ജനങ്ങളാരും ഇനി പരിഭ്രാന്തരാകേണ്ടതില്ല. കാലപ്പഴക്കത്താൽ അതീവ ഗുരുതരാവസ്ഥയിൽ നിലകൊള്ളുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടടക്കം സംസ്ഥാനത്തെ എല്ലാ ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യണമെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് റസൽ ജോൺ. അഗതിയൂർ കലശമല ആര്യലോകാശ്രമ സന്ദർശനത്തിന് ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് റസൽ ജോയ്, അദ്ദേഹം മുല്ലപ്പെരിയാർ സമരനായകനാണ്, സുപ്രീം കോടതി അഡ്വക്കേറ്റാണ്. അദ്ദേഹം മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി മുല്ലപ്പെരിയാറിന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന
ഒരു വ്യക്തിയാണ്. അപ്പം മുല്ലപ്പെരിയാറിൻ്റെ ആ സംഭവ വികാസങ്ങളെക്കുറിച്ച് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് വരാൻ പോകുന്ന അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ റസൽജിയുടെ വാക്ക്. അടിക്കടിയുണ്ടാകുന്ന മേഘവിസ്ഫോടനങ്ങളും ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഭൂമികുലുക്കങ്ങളും മുല്ലപ്പെരിയാറിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ രണ്ടായി പിളർക്കുന്ന സ്ഥിതിയിലേക്കും ലക്ഷക്കണക്കിന് മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും നാശത്തിന് കാരണമായേക്കാവുന്ന ഒരു മനുഷ്യനിർമ്മിത ദുരന്തം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റസൽ ജോയ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും നീതിന്യായ മേഖലകളെയും സമീപിച്ചിരിക്കുന്നത്. കാരണം റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ ഏത് ഡാമിൻ്റെയും മാക്സിമം ലൈഫ് എന്ന് പറയുന്ന ആയുസ് എന്ന് പറയുന്നത് 40 വർഷമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കേണ്ടതായിട്ട് വന്നാൽ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ നടത്തും. സുപ്രീം കോടതി ആ രീതിയിൽ ഉത്തരവിടുകയും ചെയ്യും. അവരുടെ റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ മേശപ്പുറത്ത് എത്തണം, സുപ്രീം കോടതിയുടെ റെക്കോർഡ്സിലെത്തണം. വെള്ളമല്ല ഒഴുകി വരുന്നത്, ഡാമിൻ്റെ അവശിഷ്ടങ്ങൾ 130 വർഷത്തെ സിൽട്ട്, ചെളി, പിന്നെ മുമ്പിലുള്ള മരങ്ങൾ, മൃഗങ്ങൾ, ശവശരീരങ്ങൾ, വണ്ടി, കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, വെള്ളമാണ് ഒഴുകി വരുന്നതെന്ന് ആരും ചിന്തിക്കേണ്ട. ഒഴുകല്ല, 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ്. ഈ പ്രഹരശേഷിയുടെ മുമ്പിൽ ഒന്നിനും എത്ര ശക്തിമത്തായ കെട്ടിടമാണെങ്കിലും എന്താണെങ്കിലും മലയാളികൾ ആപത്തുകളിൽ ഒരുമിക്കുന്നത് പോലെ തന്നെ വിപത്തുകൾ സംഭവിക്കാതിരിക്കാനും ഒരുമിച്ച് നിലകൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏറെ നേരം ആര്യമഹർഷിയുമായി സംവദിച്ച അദ്ദേഹം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആര്യവനത്തിൽ നെല്ലിമരത്തിന്റെ തൈനട്ടാണ് മടങ്ങിയത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ഹോർട്ടിക്രോപ്പ് മിഷന്റെ സഹകരണത്തോടെ ഗ്രീൻ മാർട്ട് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് TM വേണു മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, പഞ്ചായത്ത് മെമ്പർമാരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബൈജു, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ CL സൈമൺ, KG ശശിധരൻ, KP സക്കീർ ഹുസൈൻ, നികേഷ് EK, റക്സി ബിജു, ഗീത CK, ആശാ രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ സ്വാഗതവും CL ജെന്നി നന്ദിയും പറഞ്ഞു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നൽകുന്നതിനും വിലക്കുറവിൽ ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് പഴം, പച്ചക്കറികൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുവാനായി ഗ്രീൻ മാർട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ബഡ്സിൻ്റെ കീഴിൽ നമുക്കൊരു ചെറിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ വിപണനത്തിന് സാധ്യമാക്കുന്ന ഒരു ഇടം ഞങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവിടെ ഭിന്നശേഷി കുട്ടികൾ ഉണ്ടാക്കുന്ന, അവർക്ക് കൃത്യമായി പരിശീലനം നൽകിക്കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ബ്രാൻഡ് നെയിമോടുകൂടി നമ്മൾ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതിനൊരു വിപണി നമുക്കിവിടെ ലഭ്യമാകുന്നു എന്ന്, അല്ലെങ്കിൽ അതിന് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പട്ടാമ്പി പാലത്തിലൂടെയുള്ള വാഹനയാത്ര ഒറ്റവരിയിലൂടെയായതോടെ ടൗൺ ഗതാഗതക്കുരുക്കിൽ അമർന്നു. രാവിലെയും വൈകുന്നേരവും വലിയ തിരക്കാണ് ടൗണിൽ അനുഭവപ്പെടുന്നത്. ഗതാഗതക്കുരുക്കിന് പരിഹാരം തേടി പോലീസും രംഗത്തിറങ്ങി. പട്ടാമ്പി പാലം തുറന്നുകൊടുക്കുകയും പാലത്തിലൂടെയുള്ള വാഹനയാത്ര ഒരു വരിയായി നിജപ്പെടുത്തുകയും ചെയ്തതോടെയാണ് പട്ടാമ്പി ടൗൺ വീണ്ടും ഗതാഗതക്കുരുക്കിൽ അമർന്നിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമാണ് ടൗണിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. പോലീസ് നിയന്ത്രിച്ചുകൊണ്ടാണ് വാഹന ഗതാഗതം ഇപ്പോൾ ഇതിലൂടെ കടന്നുപോകുന്നത്. ഏറെ നേരം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്ന കാഴ്ചയും പട്ടാമ്പി ടൗണിൽ ദൃശ്യമാണ്. പട്ടാമ്പി പാലത്തിന് ഇരുവശത്തും കിലോമീറ്ററോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസമായി അനുഭവപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പോലീസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ടൗണിലെ അനധികൃത പാർക്കിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി SI മണികണ്ഠൻ വ്യക്തമാക്കി. അനധികൃതമായുള്ള വഴിയോര കച്ചവടത്തെയും ടൗണിൽ നിന്നും നീക്കം ചെയ്യും. എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും SI മണികണ്ഠൻ സൂചിപ്പിച്ചു. ട്രാഫിക് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കുന്നതിനായിട്ട് പട്ടാമ്പി പോലീസ് ചില നടപടികളെടുത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒബ്സ്ട്രക്റ്റീവായിട്ടുള്ള പാർക്കിംഗ്, റോഡ് സൈഡിൽ അനധികൃതമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ, അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടു കൂടി മുനിസിപ്പാലിറ്റിയുടെയൊക്കെ സഹകരണത്തോടു കൂടി തന്നെ മാറ്റിക്കൊണ്ടും ജനങ്ങളുടെ സുഗമമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വാഹന ഗതാഗതത്തിന് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് പട്ടാമ്പി പോലീസ് ഇത്തരത്തിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പാർക്കിങ്ങിന് അനുവദിച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നിള ബേക്ക് ഹൗസ് അല്ലെങ്കിൽ ആ പെട്രോൾ പമ്പിന് തൊട്ട് മുൻപായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് തന്നെ പാർക്കിംഗ് സ്ലോട്ടുകൾ മാർക്ക് ചെയ്തിട്ട് അവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം തിരിച്ചെത്തിയ 10ഓളം ആംബുലൻസ് ഡ്രൈവർമാർക്ക് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് സ്വീകരണം നൽകി.
അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ആംബുലൻസ് ഡ്രൈവർമാരെ പൊന്നാടയണിയിച്ച് റോസാപ്പൂ നൽകി സ്വീകരിച്ചു. ACP CR സന്തോഷ്, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മണികണ്ഠൻ, മലങ്കര ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡിക്സൺ എന്നിവർ സംസാരിച്ചു. കുരമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഇടവക സ്ഥാപനത്തിന്റെയും സ്വർഗാരോപണത്തിന്റെയും തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ശതാബ്ദി തിരുനാളിനും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് തുടക്കം കുറിച്ചാണ് കൊടിയേറ്റം നടന്നത്. രാവിലെ ദേവാലയത്തിൽ നടന്ന കൊടിയേറ്റത്തിന് വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. 1924 ആഗസ്റ്റ് 15-നാണ് കൂനമുച്ചിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ നാമധേയത്തിൽ ദേവാലയം സ്ഥാപിതമായത്. ശതാബ്ദി വർഷത്തിൽ നടക്കുന്ന തിരുനാളാഘോഷത്തിന്റെ ഭാഗമായി 9 ദിവസങ്ങളിലായി നടക്കുന്ന തിരുകർമ്മങ്ങളിൽ സീറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൾ മാർ റാഫേൽ തട്ടിൽ, അതിരൂപത മെത്രോപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, വികാരി ജനറാൾമാർ, ഇടവകയിലെ മുൻ വികാരിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. 1 വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും തിരുനാളിന്റെ ഭാഗമായി നടക്കുന്നതാണ്. ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ AL ജെയിംസ്, PD ജോസ്, PC ലോന, TA റെനീഷ്, ജൂബിലി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. പഴഞ്ഞി ചെറുതുരുത്തി ശ്രീ തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിലെ ശാന്തിയും ആയുർവേദ ചികിത്സകനുമായിരുന്ന വാസുദേവൻ ശാന്തികളുടെ 31ാമത് ചരമവാർഷികം ഓഗസ്റ്റ് 10 ശനിയാഴ്ച ആചരിക്കും. രാവിലെ 10:30 അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും പ്രാർത്ഥനയും ശേഷം ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൽ അന്നദാനവും നടക്കും. ക്ഷേത്രത്തിന്റെ ചുമതലകൾക്കായി വാസുദേവൻ ശാന്തിയെ അയച്ചത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുവായിരുന്നു. പ്രദേശത്ത് സൗജന്യമായി ആയുർവേദ ചികിത്സാ സേവനവും അദ്ദേഹം നൽകി വന്നിരുന്നു. കളിക്കുന്നതിനിടെ കാൽവഴുതി തോട്ടിൽ വീണ 6 വയസ്സുകാരന്റെ രക്ഷകരായത് കളിക്കൂട്ടുകാർ. കൂട്ടുകാരുടെ ധീരതയാണ് ഒരുമനയൂർ സ്വദേശിയുടെ ജീവൻ രക്ഷിച്ചത്. കളിക്കുന്നതിനിടയിൽ കാൽവഴുതി തോട്ടിൽ വീണ 6 വയസ്സുകാരൻ മുഹമ്മദ് റിയാന് രക്ഷകരായത് കളിക്കൂട്ടുകാരായ സായി കൃഷ്ണയും ആദർശ് വിനോദുമാണ്. ഒരുമനയൂർ വില്ലേജ് ഓഫീസിനടുത്ത് പുതുവീട്ടിൽ നൌഷാദ് ഷജീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് റിയാനാണ് അപകടത്തിൽപ്പെട്ടത്. IDC സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് റിയാൻ. കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുക്കാൻ റിയാനെയും കൂട്ടി പോയതായിരുന്നു മാതാവ് ഷജീന. കൂട്ടുകാരുമൊത്ത് സമീപത്തെ തോട് മൂടാനായി നിർമ്മിച്ച സ്ലാബിന് മുകളിലായി കളിക്കുകയായിരുന്ന റിയാൻ പെട്ടെന്ന് കാൽവഴുതി തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ഉടനടി ഒപ്പം കളിക്കുകയായിരുന്ന സായി കൃഷ്ണ റിയാനെ കൈവിടാതെ പിടിച്ചു നിൽക്കുകയും ആദർശ സമീപമുണ്ടായിരുന്നവരെ വിവരമറിയിക്കുകയും ചെയ്തു. ഇതിനിടെ റിയാനെ സായി കൃഷ്ണ ഒരുവിധം കരയ്ക്ക് കയറ്റിയിരുന്നു. സായി കൃഷ്ണ, ആദർശ് ഇവർ രണ്ടുപേര് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ കളിച്ചിരുന്ന ഒരു റിയാസ് പറഞ്ഞൊരു കുട്ടി വെള്ളത്തിൽ വീഴുകയും ആ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച് വളരെ ഒരു ധീര പ്രവൃത്തി ചെയ്തിട്ടുള്ള മക്കളാണ് ഈ 2 മക്കൾ. അവരെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അഭിമാനമാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളിലൊരു വളരെ അഭിമാനകരമായിട്ടൊരു നിമിഷമാണ് ഈ ഒരു അവസരത്തിൽ കൂടെ കണ്ടുപോയത്. മുല്ലപ്പള്ളി വീട്ടിൽ സ്മനേഷ് രേഷ്മ ദമ്പതികളുടെ മകനാണ് സായി കൃഷ്ണ. മാളിയേക്കൽ വിനോദ് വിജിത ദമ്പതികളുടെ മകനാണ് ആദർശ്. ഇരുവരും ഒരുമനയൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. CCTV ന്യൂസ് ചാവക്കാട്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ റേഷൻ കടയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി പരാതി. ചീഞ്ഞ അരി നീക്കം ചെയ്യാത്തതിൽ ദുരിതം അനുഭവിക്കുന്നത് പരിസരവാസികൾ. ജൂലൈ 30-നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുണ്ടന്നൂർ ചുങ്കത്ത് സ്ഥിതി ചെയ്യുന്ന ARD 261 റേഷൻ കടയിലെ അരിയും ഗോതമ്പും നനഞ്ഞിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുഴുവന്ന് ചീഞ്ഞ ചാക്കുകൾ നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥരാരും വന്നില്ല. ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയാൽ മാത്രമേ ഇതെടുത്തു മാറ്റാൻ കഴിയൂവെന്നാണ് വിതരണക്കാർ പറയുന്നത്. കഴിഞ്ഞ 30-ത്തെ വെള്ളപ്പൊക്കത്തിൽ ഈ കർഷകടന് 2 അടിയോളം വെള്ളം കയറി. അതിൽ ഇത്രയേറെ 135 ചാക്ക് അരി ഗോതമ്പ് മുങ്ങിയിട്ട് അതിൻ്റെ അവസ്ഥ 9 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ വളരെയധികം ദുർഗന്ധം, ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കടക്കാർക്ക് ആർക്കും നിൽക്കാൻ പറ്റില്ല. വരുന്ന ആൾക്കാർക്ക് പോലും മൂക്കുമ്പോൾ തലയിടാക്കാൻ പറ്റില്ല. അന്ന് RI വന്നു സംസാരിച്ച് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റേഷൻ ഭാഗത്തുനിന്നോ ഒരു ഭാഗത്തുനിന്ന് ഒരാളും ഇതുവരെ എത്തിയിട്ടില്ല. അവർ വരാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവര് റേഷൻ കടക്കാരോട്. ഈ കടക്കാർക്കുള്ള പ്രശ്നം എന്താ? ഇവിടെ ദുർഗന്ധം അടിച്ചിട്ട് ഈ കടക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം. അത് വിളിക്കാത്ത ആൾക്കാരില്ലേ ഞങ്ങൾ എല്ലാവരും വിളിച്ചു. എല്ലാവരും ഇന്ന് വരാം, നാളെ വരാം, നാളെ വരാം, നാളെ വരാന്ന് പറയാനല്ലാണ്ട് ഒരാളും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല.
യുവാവിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അഗതിയൂർ നോങ്ങല്ലൂർ പയ്യൂർ മനയിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെ മകൻ 38 വയസ്സുള്ള അജിത്തിനെയാണ് ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ പെരുമ്പിലാവിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിവാഹിതനായ അജിത്ത് ഒരാഴ്ചയായി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ശ്രീദേവി മാതാവാണ്. എരുവപ്പെട്ടി പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് കവുങ്ങ് തൈകൾ വിതരണം ചെയ്തു. മോഹിത് നഗർ, ഇന്റർമംഗള എന്നീ ഇനത്തിൽപ്പെട്ട 1885 കവുങ്ങിൻ തൈകളാണ് വിതരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി അധ്യക്ഷനായി. ചെയർപേഴ്സൺ സുമന സുഗതൻ, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, സ്വപ്ന പ്രദീപ്, ES സുരേഷ്, സുധീഷ് പറമ്പിൽ, PM സജി, കൃഷി ഓഫീസർ AV ബിജിത, അസിസ്റ്റന്റ് ഓഫീസർ NB രജനി എന്നിവർ സംസാരിച്ചു. അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്ന പ്രവൃത്തിക്ക് ചൂണ്ടൽ പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലും അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരങ്ങളാണ് മുറിച്ചു നീക്കുന്നത്. മഴുവഞ്ചേരി മേഖലയിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സമീപവാസിയുടെ വീടിനെ ഭീഷണിയായിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിട്ടും നടപടി സ്വീകരിക്കാതിരുന്ന വ്യക്തിയുടെ സ്ഥലത്തുള്ള മരങ്ങൾ കുന്നംകുളം പോലീസിന്റെ സാന്നിധ്യത്തിലാണ് മുറിച്ചുമാറ്റിയത്. ദിവസങ്ങൾക്ക് മുൻപുണ്ടായ മഴക്കെടുതിയിൽ ചൂണ്ടൽ പഞ്ചായത്തിൽ നിരവധി വീടുകൾക്ക് മുകളിലേക്ക് കൂറ്റൻ മരങ്ങൾ മറിഞ്ഞു വീണിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുൻപ് ലഭിച്ച പരാതികൾ ഉൾപ്പെടെ പരിഗണിച്ച് ഭരണസമിതി മരങ്ങൾ മുറിച്ചു നീക്കാൻ തീരുമാനമെടുക്കുന്നത്. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്ന് ലഭിച്ച പരാതികളിൽ ഇരുകൂട്ടരെയും വിളിപ്പിക്കുകയും മരം മുറിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അറിയിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ പല വ്യക്തികളും വളരെയേറെ മരം മുറിക്കുന്ന മറ്റുള്ള വീടുകളുടെ മുകളിലേക്ക് ശല്യമായി നിൽക്കുന്ന മരം മുറിക്കുന്നതിന് പരാതി ഇവിടെ പഞ്ചായത്തിൽ കൊടുക്കുകയും അതിനുവേണ്ടി നമ്മൾ ആ രണ്ടു കൂട്ടരെയും വിളിച്ച് സംസാരിച്ച് അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടികൾ നമ്മൾ ചെയ്യാൻ വേണ്ടി അവരെ രണ്ടു കൂട്ടരെയും വിളിച്ച് സംസാരിക്കുകയും അത് നടപ്പിലാക്കാൻ തടസ്സം പറയുന്ന ആളുകൾക്ക് നമ്മൾ 7 ദിവസം മുന്നേ തന്നെ മരം മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് മരം ലെറ്റർ കൊടുക്കാൻ നമ്മൾക്ക് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് നേരിട്ട് മരം മുറിക്കാൻ രംഗത്തെത്തിയത്. മരം മുറിക്കാൻ തയ്യാറാകാത്തവരിൽ നിന്നും മരം മുറിക്കുന്നതിന് ചെലവാകുന്ന തുകയ്ക്കു പുറമെ പിഴസംഖ്യയും ഈടാക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. പഞ്ചായത്തിൽ ലഭിച്ച പരാതി പ്രകാരമുള്ള മുഴുവൻ മരങ്ങളും വരും ദിവസങ്ങളിൽ മുറിച്ചുമാറ്റും. കൂടാതെ പാതയോരങ്ങളിൽ അപകട ഭീഷണിയുയർത്തുന്ന മരങ്ങളും മുറിച്ചുമാറ്റുന്നതിനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണം ഉറപ്പാക്കുന്നതിനും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. വഴിയരികിൽ കളഞ്ഞുകിട്ടിയ ബാഗ് ഉടമസ്ഥനെ തിരിച്ചു നൽകി യുവാവ് മാതൃകയായി. തിരുവത്ര കോട്ടപ്പുറം സ്വദേശി നായക് പുരയ്ക്കൽ ഉണ്ണികൃഷ്ണന് തിരുവത്ര കോട്ടപ്പുറം ഫിഷറീസ് സ്കൂളിന് സമീപത്തു നിന്നാണ് പണവും രേഖകളും അടങ്ങിയ ബാഗ് ലഭിച്ചത്. ബാഗ് കിട്ടിയ ഉടനെ ഉണ്ണികൃഷ്ണൻ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. തിരുവത്ര സ്വദേശിനിയായ കളികണ്ഠൻ വീട്ടിൽ സരാവതിയുടെ 10,000 രൂപയും രേഖകളും അടങ്ങുന്ന ബാഗാണ് നഷ്ടപ്പെട്ടത്. തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് കൈമാറി. കേരളം സമൃദ്ധ കേരളം പദ്ധതി പ്രകാരം കൃഷിഭവനുകളിലെത്തിയ തെങ്ങിൻ തൈകൾ ജീവനക്കാർക്ക് തലവേദനയാകുന്നു. പറമ്പിൽ നട്ടു നൽകാമെന്ന് ഓഫർ വെച്ചിട്ടും വാങ്ങാൻ ആളില്ല. പുനേർകുളം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. എല്ലാ വർഷവും എത്താറുള്ള തെങ്ങിൻ തൈകൾ കൃഷി ഓഫീസർമാർക്ക് കനത്ത ബാധ്യതയായിട്ടും ഇത്തവണയും ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല. പറമ്പിൽ നട്ടു നൽകാമെന്ന് ഓഫർ വച്ചിട്ടും വാങ്ങാൻ ആളില്ലാത്തതിന്റെ വിഷമത്തിലാണ് ജീവനക്കാർ. തെങ്ങിൻ തൈ വേണ്ടുവോളം മുളപ്പിക്കുകയും സങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ചാവക്കാട് താലൂക്കിലെ പഞ്ചായത്തുകളിലേക്ക് കയ്യും കണക്കുമില്ലാതെ തൈകൾ നൽകിയിട്ടുണ്ട്. നാളികേര ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തെ ഒന്നാമതാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേരളം സമൃദ്ധ കേരളം പദ്ധതി പ്രകാരമാണ് 4 വർഷമായി തെങ്ങിൻ തൈകൾ എത്തിക്കുന്നത്. ഒരു വാർഡിലേക്ക് 75 തൈ എന്ന കണക്കിലാണ് വിതരണം. നാടൻ തൈക്ക് 50% സബ്സിഡി കിഴിച്ച് 50ഉം അത്യുൽപാദന ശേഷിയുള്ളവയ്ക്ക് 120 രൂപയുമാണ് വില. വിറ്റാലുമില്ലെങ്കിലും മാർച്ച് 31-നകം പണം കൃഷി ഓഫീസർ അടയ്ക്കണം. മിക്കയിടത്തും അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളും ചെന്തെങ്ങും വേഗം വിറ്റഴിഞ്ഞെങ്കിലും നാടൻ പകുതി പോലും ചെലവാകാതെ കിടക്കുകയാണ്. പൊന്നിയൂർ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തെങ്ങിൻ തൈ നട്ടുപരിചരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയെങ്കിലും ഫലം കണ്ടില്ല. കൃഷിഭവനുകളിൽ ഗോഡൌൺ സംവിധാനമില്ലാത്തതിനാൽ തെങ്ങിൻ തൈകൾ പുറത്താണ് വയ്ക്കുന്നത്. ഇതിനാൽ മോഷണവും പതിവാണ്. പരിചരണമില്ലാത്തതിനാൽ കേടാകുന്നതും സ്ഥിരം കാഴ്ച. മുൻവർഷങ്ങളിൽ പല കൃഷിഭവൻ ഓഫീസർമാരും തെങ്ങിൻ തൈകൾ ആളുകൾക്ക് വെറുതെ നൽകി തങ്ങളുടെ വിഹിതം ജീവനക്കാർ പിരിവിട്ടെടുത്ത് അടയ്ക്കുകയാണ് പതിവ്. ഇതും അതുപോലെ നൽകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാർ. CCTV ന്യൂസ് പൊന്നിയൂർകുളം.
കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബദനി സ്ഥാപക ദിനം ആചരിച്ചു. ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ സന്യാസി സംഘടനയായ ബദനി ആശ്രമ സ്ഥാപകൻ അലക്സിയോസ് മാർ തിയോഡോസിയോസ് മെത്രാപ്പോലിത്തയെ അനുസ്മരിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ CL ജോഷി സ്വാഗതവും കൊമേഴ്സ് വിഭാഗം മേധാവി P ആശ നന്ദിയും പറഞ്ഞു. അധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചന നടത്തി. 1918 റാന്നി പെരുന്നാടിലാണ് ബദനി ആശ്രമം സ്ഥാപിച്ചത്. കടവല്ലൂർ പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വട്ടമാവ് അംഗൻവാടിയിൽ നടന്ന ക്യാമ്പ് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ അനിത, നിർമ്മല, സൗദ എന്നിവർ സംസാരിച്ചു. ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അംഗൻവാടി വർക്കർ ഗിരിജ ടീച്ചർ സ്വാഗതവും ഫാർമസിസ്റ്റ് ജിയൂഷ് നന്ദിയും പറഞ്ഞു. 84 പേർ പങ്കെടുത്തു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരം കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി 5ാം ഘട്ടം, ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടം എന്നിവയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. കിഴക്കാളൂർ തിരുത്തിയിൽ രായംമരക്കാർ വീട്ടിൽ സുലൈമാന്റെ ഫാം ഹൌസിൽ വെച്ച് നടന്ന ചടങ്ങ് കണ്ടാനശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, ജയൻ പാണ്ഡ്യത്ത്, PK അസീസ്, രാജി വേണു, ഷീബ ചന്ദ്രൻ, രമ ബാബു, വെറ്റിനറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബൈജു, അറ്റൻഡർ ഷീജ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പിലാവ് തണത്തറ തോടിന്റെ തകർന്ന ഭിത്തികളുടെ അറ്റകുറ്റപ്പണി കർഷകർ ചേർന്ന് നടത്തുന്നു. ജില്ലാ അതിർത്തിയിൽ ചാലിശ്ശേരി, കടവല്ലൂർ എന്നീ പഞ്ചായത്തുകളിലായി കിടക്കുന്ന 50 ഏക്കറോളം നെൽകൃഷി തോടുഭിത്തി തകർന്നതുമൂലം വെള്ളക്കെട്ടിലായിരുന്നു. ചില ഭാഗങ്ങളിൽ നെൽച്ചെടികൾ നശിക്കുകയും ചെയ്തു. തണത്തറ തോടിന്റെ നവീകരണത്തിന് പലതവണ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും എല്ലാം പ്രഖ്യാപനത്തിലൊതുങ്ങി. 2 കോടി രൂപ ചെലവിൽ തോടും മുട്ടിപ്പാലവും നവീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. പല ബജറ്റിലും പദ്ധതിയെക്കുറിച്ച് പരാമർശമുണ്ടായെങ്കിലും തുക മാത്രം അനുവദിച്ചില്ല. കൃഷി, ജലസേചനം, പഞ്ചായത്ത് തുടങ്ങിയ വകുപ്പുകളിൽ പരാതി നൽകി ഫലമില്ലാതെ വന്നതോടെ നവകേരള സദസ്സിലും കളക്ടർ നടത്തിയ അദാലത്തിലും കർഷകർ നിവേദനം നൽകിയിരുന്നു. തോട് കയ്യേറിയതു കണ്ടെത്താൻ 3 വർഷം മുമ്പ് ഏറെ ശ്രമകരമായി സർവേ നടത്തിയിരുന്നു. റവന്യൂ വകുപ്പിലില്ലാതിരുന്ന തോടിന്റെ രേഖകൾ പുരാവസ്തു വകുപ്പിൽ നിന്നാണ് കണ്ടെത്തിയത്. അളന്നു വേർതിരിച്ച കയ്യേറ്റ ഭൂമി കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യപ്രകാരം കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ച വലിയ കുറ്റികൾ കൊണ്ട് അടയാളപ്പെടുത്തി. ഈ ഭാഗങ്ങളെല്ലാം തോടിനോട് ചേർത്ത് വലിയ രീതിയിലുള്ള നവീകരണമാണ് വിഭാവനം ചെയ്തിരുന്നത്. 3 വർഷം പിന്നിട്ടിട്ടും മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ തോടിന്റെ സ്ഥിതി അതീവ ശോച്യാവസ്ഥയിലാണ്. പാഴ്ചെടികളും ചെളിയും ഒഴുക്കിന് തടസ്സമാകുന്നുണ്ട്. ജലസംഭരണശേഷിയും വലിയ തോതിൽ കുറഞ്ഞു. കനത്ത മഴ പെയ്തതോടെ വരമ്പുകൾ തകർന്ന് തോട്ടിലെ കല്ലും ചരലും നെൽവയലുകളിലേക്ക് ഒലിച്ചെത്തി. സർക്കാർ പദ്ധതികൾ അടുത്തൊന്നും പ്രാബല്യത്തിൽ വരില്ലെന്ന് ഉറപ്പായതോടെ കർഷകർ കയ്യിൽ നിന്നും പണമെടുത്ത് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ്. കൃഷിവകുപ്പിന്റെ അനുമതി ലഭിച്ചാൽ തീരെയാഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും മണ്ണു നീക്കം ചെയ്യാനും ഒരുക്കമാണെന്ന് കർഷകർ പറഞ്ഞു. തോടിന്റെ ഈ അവസ്ഥ തുടർന്നാൽ മേഖലയിലെ പ്രധാന കൃഷിയായ മുണ്ടകന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുക. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ശുചീകരണത്തിന്റെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജ് ലയൺസ് ക്ലബ്ബും NSS വോളണ്ടിയർമാരും ചേർന്ന് പ്രിൻസിപ്പൽ ഓഫീസ് പരിസരം വൃത്തിയാക്കി തൈകൾ നട്ടു. പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ ഇലഞ്ഞിത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് A സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജശ്രീ സുഗുണൻ, ട്രഷറർ PC സന്തോഷ്, E സുമതിക്കുട്ടി, EK സുരേഷ്, രഞ്ജിത്ത് കളരിക്കൽ, PP സുധീർ എന്നിവർ നേതൃത്വം നൽകി. വയറെരിയുന്നവന്റെ മിഴി നനയാതിരിക്കാൻ അഷ്റഫിന്റെ വക വെജിറ്റബിൾ ബിരിയാണി. പാചകക്കാരനായ അഷ്റഫ് 250ഓളം പേർക്കുള്ള ബിരിയാണിയാണ് DYFIയുടെ പൊതിച്ചോർ പദ്ധതിയിലേക്ക് സൗജന്യമായി നൽകുന്നത്. സാധാരണക്കാരനായ ഒരു പാചക തൊഴിലാളിയാണ് ചിറ്റണ്ട പട്ടച്ചാലിൽ വീട്ടിൽ അഷ്റഫ്. കാറ്ററിംഗ് സർവീസ് നടത്തി കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്നവൻ. അതുകൊണ്ട് തന്നെ വിശന്ന വയറിന്റെ എരിച്ചിൽ അഷ്റഫിന് മനസ്സിലാകും. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും DYFI നൽകുന്ന പൊതിച്ചോറിലേക്ക് 8 വർഷമായി അഷ്റഫ് വെജിറ്റബിൾ ബിരിയാണി നൽകി വരുന്നുണ്ട്. DYFI കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ വർഷത്തിൽ 2 തവണ അഷ്റഫ് ബിരിയാണി നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് DYFI പൊതിച്ചോറ് തുടങ്ങിയ അവസരത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു ആദ്യം ഒരു 60 മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 250 ചോറ് വരെ നമ്മൾ മുടങ്ങാതെ കൊടുത്തു വരുന്നുണ്ട്.
കുഴപ്പമില്ലാത്തൊരു പാവപ്പെട്ട രോഗികൾക്കൊക്കെ ആകുമ്പോൾ ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച്. അതൊരു എല്ലാവർക്കും കഴിക്കാതെ, അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം കൊടുത്തപ്പോണ്ട്. നമ്മളിപ്പോൾ എന്തായാലും ഫുഡിൻ്റെ വർക്കായിട്ട് നടക്കുന്ന ആളാണ്. അപ്പം പിന്നെ ഇതൊരു എല്ലാവരും നല്ലൊരു സഹായമല്ലേ, വയറേറിയുന്നതിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിന് ഒരു ഇതല്ലേ, നല്ല കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക ആർക്കായാലും. സഹോദരൻ ഷെഹിൻ, ഭാര്യ നദീറ, മക്കളായ ലാമിയ, ഷാമിൽ, ഷാഹിൽ എന്നിവരും പിന്തുണയുമായി കൂടെയുണ്ട്. അഷ്റഫിന്റെയും കുടുംബത്തിന്റെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് CPM ചിറ്റണ്ട ബ്രാഞ്ച് സെക്രട്ടറി ആഷിഖ് അഭിപ്രായപ്പെട്ടു. അപ്പോൾ തൻ്റെ തുച്ഛമായ വരുമാനത്തിനടുത്തിട്ടാണ് അഷ്റഫ് ഖാൻ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. അപ്പോൾ അഷ്റഫ് ഖാൻ നമ്മൾ ഇവിടെ വന്ന് പറയുമ്പോൾ തന്നെ എത്ര പൊതി ചോറ് കുറവുണ്ടെങ്കിലും അത് എൻ്റെ വകയായിട്ട് ഞാൻ വെച്ച് തരാം. അതിനുള്ള ആ ചോറ് പൊതിയുള്ള കവറ്, ബാക്കി അതിന് വേണ്ടിയുള്ള എല്ലാ സാധന സാമഗ്രികളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് അഷ്റഫ് ഖാൻ നമുക്ക് ചെയ്തു തരാറുള്ളത്. അപ്പോൾ അഷ്റഫ് ഖാനൊപ്പം അഷ്റഫ് ഖാൻ അനിയൻ ഷെയ്യുക, അതുപോലെ തന്നെ ഈ കുടുംബം ഒന്നാകെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സഹകരിച്ച് പാവപ്പെട്ട രോഗികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ കാലത്ത് മുതൽ പുലർച്ചെ മുതൽ കഷ്ടപ്പെടുന്നതാണ്. നമുക്ക് ഒരുപാട് കാലമായിട്ട് ഇവരറിയാം. അപ്പോൾ ഒരുപാട് സഹായമാണ് ഇത്തരം ആളുകൾ നമുക്ക് ഈ പൊതിച്ചോറ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഇത്രയും പൊതിച്ചോറ് നമുക്ക് വെച്ച് തരുന്നത് വലിയ സഹായമാണ് നമ്മളെ സംബന്ധിച്ച്. വരും നാളുകളിലും ഹൃദയപൂർവ്വം ഈ സൽപ്രവൃത്തി തുടരുമെന്നാണ് അഷ്റഫ് പറയുന്നത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം സെക്രട്ടറി AC ഹനീഫയുടെ ഓർമ്മദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു. മുൻ KPCC മെമ്പർ CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് മണത്തല അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ നിഖിൽ G കൃഷ്ണൻ, PV ബദ്രുദ്ദീൻ, KV സത്താർ, HM നൌഫൽ, സക്കീർ കരിക്കയിൽ, RK നൌഷാദ്, അനീഷ് പാലയൂർ, അഷ്റഫ് ബ്ലാങ്ങാട്, PK ഷനാജ്, ശ്രീനാഥ് പൈ എന്നിവർ സംസാരിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ചൊവ്വന്നൂർ അഡീഷണൽ ICDS പ്രോജക്റ്റിലെ കടവല്ലൂർ പഞ്ചായത്തിലെ അംഗൻവാടികളിലെ വർക്കർ തസ്തികയിലേക്ക് അടുത്ത 3 വർഷത്തേക്ക് ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായവരായിരിക്കണം. അപേക്ഷകൾ ഓഗസ്റ്റ് 12 മുതൽ കടവല്ലൂർ പഞ്ചായത്തിലും ചിറ്റഞ്ഞൂരിലുള്ള ICDS ഓഫീസിലും സ്വീകരിക്കും. ഇതിനായുള്ള ഫോം കടവല്ലൂർ പഞ്ചായത്ത്, പഞ്ചായത്തിലെ അംഗനവാടികൾ, ചിറ്റഞ്ഞൂരിലുള്ള ICDS ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭ്യമാണ്. അപേക്ഷയോടൊപ്പം സ്വന്തം മേൽവിലാസം എഴുതിയ പോസ്റ്റ് കാർഡ് സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 04885 210310 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവത്ര സ്വദേശി അബുദാബിയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. തിരുവത്ര ബേബി റോഡ് ആലിപ്പരി ക്ഷേത്രത്തിന് തെക്കുഭാഗം അമ്പലത്ത് വീട്ടിൽ ജലാൽ മകൻ മുനീമാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. സഫ്ന ഭാര്യയാണ്. യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കേക്കാട് 3ാം കല്ല് കണ്ടംപുള്ളി ഷിജുവിന്റെ മകൻ 22 വയസ്സുള്ള ഷിജിലിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗൾഫിലായിരുന്നു ഷിജിൽ. 2 ദിവസം മുമ്പാണ് നാട്ടിൽ വന്നത്. ടെറസിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. ലത മാതാവും നന്ദന സഹോദരിയുമാണ്. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയായിരുന്നു ഷിജിൽ. മുണ്ടത്തിക്കോട് ദേവി വിലാസം LP സ്കൂളിലെ പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 11-ന് നടക്കും. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ 2022-23 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ പാചകപ്പുര നിർമ്മിച്ചത്. MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു. അസോസിയേഷൻ പരിധിയിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും കുന്നത്തൂർ മാതൃമന്ദിരത്തിലെ അന്തേവാസികൾക്കും ഔഷധക്കഞ്ഞി എത്തിച്ചു നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുള്ള കാഞ്ഞിരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗീത ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഷെരീഫ് പാണ്ടോത്തയിൽ, ജോയിന്റ് സെക്രട്ടറി ഇമ്രാൻ ഹൈദർ, ചോ മുഹമ്മദ് ഉണ്ണി, സുഭദ്ര, ജോയിന്റ് സെക്രട്ടറി മുന്ന എന്നിവർ നേതൃത്വം നൽകി. പ്രകൃതിക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ വയനാട്ടിലെ ദുരിത മേഖലയിലേക്ക് സഹായ പ്രവാഹങ്ങൾ തുടരുന്നു. ഒറ്റയ്ക്കും കൂട്ടമായും വ്യക്തികളും സംഘടനകളും ഹൃദയപൂർവ്വം സഹായങ്ങൾ എത്തിക്കുമ്പോൾ സഹജീവി സ്നേഹത്തിലും കരുതലിലും നന്മയുള്ള കേരളം ലോകത്തിന് മാതൃകയാവുകയാണ്. വിശദാംശങ്ങളിലേക്ക്. വയനാട് ദുരന്തബാധിതർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണത്തിന് കൈത്താങ്ങായി പ്രവാസിയായ കറുത്താറയിൽ ഗഫൂറിന്റെ ഇരട്ട മക്കളായ ഇർഫാനും ഇഷാനയും. ഉപ്പ ഗൾഫിൽ നിന്നും വരുമ്പോൾ ഗിഫ്റ്റ് നൽകുന്നതിനായി പണം സ്വരുക്കൂട്ടി വെച്ച കൊടുക്ക DYFI ഭാരവാഹികൾക്ക് കൈമാറി. DYFI ചാവക്കാട് ബ്ലോക്ക് ട്രഷറർ TM ഷഫീഖ് കൊടുക്കകൾ ഏറ്റുവാങ്ങി. DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും
ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായ കെ മുബാറക്, ഡിവൈഎഫ്ഐ തിരുവത്ര മേഖലാ സെക്രട്ടറി ജാബിർ KU, പ്രസിഡന്റ് MS ജിതീഷ്, CPM ബ്രാഞ്ച് സെക്രട്ടറി മുസ്തഫ തയ്യിൽ, KH അഷ്ഫാഖ്, അഷറഫ് എന്നിവർ പങ്കെടുത്തു. വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിനായി കുഞ്ഞിന്റെ സ്വർണ്ണവളകൾ സംഭാവനയായി നൽകി. ഡിവൈഎഫ്ഐ നടത്തിവരുന്ന ധനസമാഹരണ ക്യാമ്പയിനിലേക്കാണ് ഡിവൈഎഫ്ഐ മുൻ മുണ്ടത്തിക്കോട് മേഖല ജോയിന്റ് സെക്രട്ടറിയും CPM അരവൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിവിൻ P ചന്ദ്രന്റെയും ശില്പയുടെയും 8 മാസം പ്രായമുള്ള സൃത്വിക്കിന്റെ സ്വർണ്ണവളകൾ നൽകിയത്. തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിന് കൈമാറി. വയനാട്ടിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ സംഭാവന നൽകി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്കായി ലഭിച്ച സ്വരാജ് ട്രോഫി തുകയിൽ നിന്നാണ് തുക നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു പൊന്നാനി MLA P നന്ദകുമാറിന് തുക കൈമാറി. പെരുമ്പടപ്പ് ബ്ലോക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണ സംഘം പൂരാഘോഷ കമ്മിറ്റി മടൈക്കടവിലിന്റെ നേതൃത്വത്തിൽ മണത്തല മരണാനന്തര സമിതി ഓഫീസിൽ വെച്ചു നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 10,000 രൂപ സംഭാവന NK അക്ബർ MLA കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് മുള്ളത്തിൽ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിൽ സെക്രട്ടറി ഗമീഷ് TR അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ KC മണികണ്ഠൻ, ട്രഷറർ വിനീഷ് MV, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രശാന്ത് KK, വൈശാഖ് AC, സുനിൽ, മിഥുൻ KR, ശ്രീജിൽ KC എന്നിവർ പങ്കെടുത്തു. കടപ്പുറം അഞ്ചങ്ങാടി ഹോട്ടൽ ഫരീദയുടെ ഉടമ കുഞ്ഞിക്കയുടെ കാരുണ്യസ്പർശം. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി CK മൊയ്തീൻ കുഞ്ഞിയാണ് തന്റെ ഹോട്ടൽ ഫരീദയിലെ ജൂലൈ 7 മുഴുവൻ വരവും DYFI റീബിൽഡ് കേരളയ്ക്ക് കൈമാറുന്നത്. നാട്ടുകാർ സ്നേഹപൂർവ്വം കുഞ്ഞിക്ക എന്ന് വിളിക്കുന്ന മൊയ്തീൻ 2018 പ്രളയസഹായമായി 10 ദിവസത്തെ തുക 2,32,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി തൃശൂർ ജില്ലാ കളക്ടർക്ക് കൈമാറിയിരുന്നു. ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കുഞ്ഞിക്ക വാങ്ങും. ജോലിക്കാർ സൗജന്യമായി ജോലി ചെയ്ത് കടയിൽ ഭക്ഷണം കഴിച്ചു പോകുന്നവരെല്ലാവരും ക്യാഷ് കൗണ്ടറിൽ വെച്ചിട്ടുള്ള ബക്കറ്റിൽ അവർക്ക് ഇഷ്ടമുള്ള തുക നൽകും. നാട്ടിലെ ഏത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് കുഞ്ഞിക്ക. പാവപ്പെട്ടവർക്ക് എന്താവശ്യം വന്നാലും കുഞ്ഞിക്ക മുന്നിലുണ്ടാകും. കുന്നംകുളം അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ സർവീസ് ജീവനക്കാരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും അടങ്ങുന്ന സംഘം ജില്ലയിൽ നിന്നുള്ള സംഘത്തോടൊപ്പം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി തൃശൂർ ഡിവിഷൻ, ചാലക്കുടി എന്നീ അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നും KSRTC ബസ്സിൽ കുന്നംകുളം അഗ്നിരക്ഷാ നിലയത്തിലെത്തിയ സംഘത്തോടൊപ്പമാണ് ഫയർ സർവീസ് ജീവനക്കാരും സിവിൽ ഡിഫൻസ് അടങ്ങുന്ന സംഘവും ദുരന്ത നിവാരണ മേഖലയിലേക്ക് പുറപ്പെട്ടത്. ഗുരുവായൂർ, ചാവക്കാട് അഗ്നിരക്ഷാ നിലയങ്ങളിലെ ഫയർ സർവീസ് ജീവനക്കാരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും സംഘത്തിലുണ്ട്. തൃശൂർ ജില്ലയിൽ നിന്നും പുറപ്പെടുന്ന 4ാം ഘട്ട ടീമാണിത്. ഫയർ സർവീസ് ജീവനക്കാരും സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, ആപ്ത മിത്ര വളണ്ടിയർമാരുമടക്കം 48 പേരാണ് 3 ദിവസത്തെ പ്രവൃത്തിക്കായി വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. തങ്ങളുടെ ദൌത്യം നാടിന് ഗുണപ്രദമായി മാറുമെന്ന് സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ പറഞ്ഞു. വയനാടുണ്ടായ മഹാദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി തൃശൂർ ജില്ലയിൽ നിന്നും 4ാം ഘട്ട ടീം ഇന്ന് പുറപ്പെടുകയാണ്. ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനിൽ നിന്നായി ഫയർ സർവീസ് ജീവനക്കാരും സിവിൽ ഡിഫൻസ്, ആപ്താമിത്ര വളണ്ടിയർമാരുമായി ഏകദേശം 48 പേരാണ് ഇന്ന് ദുരന്ത മേഖലയിലേക്ക് പോകുന്നത്. വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റും ടീം വെൽഫെയർ രക്ഷാപ്രവർത്തകരും പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നടത്തിയ 2ാം ഘട്ട വിഭവ സമാഹരണത്തിന്റെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ നിർവഹിച്ചു. ഭക്ഷ്യവിഭവങ്ങൾ, വീട്ടുപകരണങ്ങൾ, മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങളാണ് നാട്ടുകാരുടെ സംയുക്താഭിമുഖ്യത്തിൽ അടിയന്തരമായി സമാഹരിച്ചത്. രക്ഷാപ്രവർത്തനത്തിനും വിഭവമെത്തിക്കുന്നതിനുമായി വയനാട്ടിലേക്ക് പോകുന്ന 2ാം ഘട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ജനസേവന വിഭാഗം കടവല്ലൂർ ലീഡർ ഷബീർ അഹ്സൻ നിർവഹിച്ചു. ടീം വെൽഫെയർ അംഗം MN സലാഹുദ്ദീൻ, മണ്ഡലം കമ്മിറ്റി അംഗം മുജീബ് പട്ടേൽ, ഷുക്കൂർ ഹൈദ്രോസ്, മോഡേൺ നസീർ എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ കാട്ടകാമ്പാൽ മേഖലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്ക്രാപ്പ് കളക്ഷനിലേക്ക് പെങ്ങാമുക്കിലെ പത്ര ഏജന്റ് അനുമോൻ C തമ്പി 250 കിലോയിലധികം വരുന്ന പഴയ പത്രശേഖരം നൽകി. ഡിവൈഎഫ്ഐ കാട്ടകാമ്പാൽ മേഖലാ സെക്രട്ടറി VS ലിനിന് കൈമാറി. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KK ഷമീർ, MV അനേക്, സൗരവ് CR എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അറക്കൽ റെഡ്സ് ചാരിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെയ്ക്ക് കൈമാറി. റെഡ്സ് ചാരിറ്റി പ്രവർത്തകരായ ബക്കർ, റൌഫ്, ഇബ്രാഹിം, പ്രശാന്ത്, മുനീർ, ഷബീർ, ഷിഹാബ്, ബബിത എന്നിവർ ചേർന്ന് മേഖലയിൽ നിന്നും സമാഹരിച്ച 16,000 രൂപയാണ് കൈമാറിയത്. എയ്യാൽ ചീനിക്കൽ മോഹനൻ ഭാര്യ പുഷ്പ 1 മാസത്തെ പെൻഷൻ തുകയും മകൻ പ്രിയൻ കാർഷിക വൃത്തിയിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന മിച്ചമൂല്യത്തിന്റെ ഒരു ഭാഗവും ഡിവൈഎഫ്ഐ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് ഡിവൈഎഫ്ഐ ഭാരവാഹികളെ ഏൽപ്പിച്ചു. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുബിൻ AS ഏറ്റുവാങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV.
ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആനയൂട്ടും ശനിയാഴ്ച നടക്കും. ഗജഘോഷയാത്ര രാവിലെ 7:30 ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇല്ലനിറയ്ക്ക് ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്യും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ അരുൺ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരാകും. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VR പ്രവീൺ, പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ സപ്തശുദ്ധി വെള്ളിയാഴ്ച നടക്കും. 2025 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്ര നവീകരണ സഹസ്ര കലശത്തിന്റെ ഭാഗമായാണ് സപ്തശുദ്ധി അഭിഷേകങ്ങൾ നടത്തുന്നത്. 12 വർഷമായി മുടങ്ങിക്കിടന്ന സഹസ്ര കലശത്തിന്റെ പ്രായശ്ചിത്തമായാണ് ചടങ്ങ്. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ 108 കലശകുടങ്ങളിലായി പാല്, മണിക്കിണറിലെ ജലം, ഇളനീർ എന്നിവ അഭിഷേകം ചെയ്യുന്ന വിശേഷാൽ ചടങ്ങാണ് സപ്തശുദ്ധി. ഈ വർഷത്തെ ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഓഗസ്റ്റ് 18 ഞായറാഴ്ചയും നിറപുത്തരി സെപ്റ്റംബർ 8 നടക്കുമെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ രുധിരസേനയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ R കൃഷ്ണകുമാർ, സന്നദ്ധ സേവകരായ അബ്ദുൽ ഗാസിദ്, കൃഷ്ണപ്രസാദ്, അഫ്ന അഷ്റഫ്, റവ്ന നസ്രിൻ, രശ്മി, ഫിദ ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച യുവ കർഷകനും മാതൃകാ കർഷകനുമായ പ്രിയൻ എയ്യാൽ ജൈവ കൃഷിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിയോ തെരേസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസി റോസ് എന്നിവർ നേതൃത്വം വഹിച്ചു. വരും തലമുറയ്ക്ക് വിഷമുക്തമായ പച്ചക്കറി കൃഷിരീതി പകർന്നു കൊടുക്കുകയായിരുന്നു ലക്ഷ്യം. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ വിദ്യാർത്ഥി കൌൺസിൽ തെരഞ്ഞെടുപ്പ് വിജയകരമായി സമാപിച്ചു. ആദ്യമായാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തന്നെ വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തിയത്. മെഷീൻ നിർമ്മാണത്തിന്റെ നേതൃത്വം നൽകിയത് സുഖൈനയായിരുന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷൈനി ഹംസ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായും വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ് അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണറായും വോട്ടെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി. പുതിയ സാങ്കേതിക സംവിധാനം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പിന്തുടരാവുന്ന മാതൃകയെന്ന് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 87 രൂപ. ചരമം കാട്ടകാമ്പാൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ സ്മിതയുടെ ഭർത്താവ് കാട്ടകാമ്പാൽ സ്രായിൽ പുലിക്കൂട്ടിൽ പരേതനായ കൊച്ചുണ്ണിയുടെ മകൻ റിട്ടയേർഡ് KSEB ഓവർസിയർ ഷാജി നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാട്ടകാമ്പാൽ ഇഗ്നാത്തിയോസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഷാരോൺ, ഷൈൻസ് മറിയ എന്നിവർ മക്കളാണ്. CMC അങ്കമാലി മേരി മാതാ പ്രൊവിൻസ് കൈപ്ര മഠാംഗമായ സിസ്റ്റർ ബെറോമിയോ നിര്യാതയായി. സംസ്കാരം കൈപ്ര മഠത്തിൽ നടന്നു. തൃശൂർ ചിറയത്ത് കോനിക്കര കുടുംബാംഗമാണ് പരേത. 1965 മുതൽ 71 വരെ അമേരിക്കയിലെ ബെറ്റർ വേൾഡ് മൂവ്മെന്റിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുരിങ്ങൂർ ഡിവൈൻ സെന്ററിൽ 14 വർഷത്തോളം വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചു. കേച്ചേരി എരനെല്ലൂർ എലവത്തിങ്കൽ പരേതനായ മിഖായേലിന്റെ മകൻ രാജൻ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. കൊച്ചന്നം മാതാവും ജെസി ഭാര്യയുമാണ്. ഫെബിൻ, സ്റ്റെബിൻ എന്നിവർ മക്കളാണ്. ചാവക്കാട് മുതുവട്ടൂർ പള്ളി കിറ്റിരത്തീസ് പച്ചക്കറി കച്ചവടം ചെയ്യുന്ന പേരകം മുക്കൂട്ടയ്ക്കൽ സ്വദേശി പരേതനായ മുത്താണ്ടശ്ശേരി കുഞ്ഞുമോൻ മകൻ സിദ്ധാർത്ഥൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. മമ്മിയൂരിലും മുതുവട്ടൂരിലും മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റായിരുന്നു പരേതൻ. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. നറുക്കെടുപ്പ് ഭാഗ്യം UDFിനെ തുണച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിൽ UDFിന് ഭരണ തുടർച്ച. പഞ്ചായത്ത് പ്രസിഡന്റായി UDFിലെ വിജേഷ് കുട്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പൊടിശല്യം രൂക്ഷം. തൃശൂർ കുന്നംകുളം റോഡിലെ യാത്ര ദുഷ്കരം. വ്യാപാരികളും ദുരിതത്തിൽ. ഗർത്തങ്ങളിൽ നിക്ഷേപിച്ച കോറി വേസ്റ്റാണ് പൊടിശല്യം രൂക്ഷമാകുവാൻ കാരണമാകുന്നത്.
പട്ടാമ്പി പാലത്തിലൂടെയുള്ള വാഹനയാത്ര ഒറ്റവരിയിലൂടെയായതോടെ ടൗൺ ഗതാഗതക്കുരുക്കിൽ അമർന്നു. രാവിലെയും വൈകുന്നേരവും വലിയ തിരക്ക്. ഗതാഗതക്കുരുക്കിന് പരിഹാരം തേടി പോലീസും രംഗത്ത്. ചാവക്കാട് ഒരുമനയൂരിൽ കുറുനരിയുടെ വിളയാട്ടം. 3 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ആടുകളെയും കടിച്ചു പരിക്കേൽപ്പിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് 9-ാം വാർഡ് മുനയ്ക്കക്കടവ് പ്രദേശത്ത് വേലിയേറ്റത്തിൽ വെള്ളം കയറുന്ന പ്രദേശത്തെ വീടുകൾ MLA NK അക്ബർ സന്ദർശിച്ചു. കാളമനക്കായലിന്റെ അരികു കെട്ടി സംരക്ഷിക്കാൻ MLA ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചതായി NK അക്ബർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.